ഹലോ കൂട്ടുകാരെ, ഞാനൊന്ന് ബാംഗ്ലൂർ വരാൻ പോവാണ്. എൻ്റെ പപ്പായും മമ്മിയും ഒക്കെ കൂടുതലുണ്ട്. എൻ്റെ ഒരു കസിൻ്റെ മോൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എൻ്റെ ഓട്ടോയ്ക്കാണ് പോകുന്നത്. പയ്യാവൂർ ചെന്നിട്ട് അവിടുന്ന് ബസ്സിനാണ് പോകുന്നത് കേട്ടോ. പിന്നെ കണ്ണൂർ ചെന്നിട്ട് ട്രെയിനിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പയ്യാവൂർ എത്തി കേട്ടോ. പയ്യാവൂരോട് വണ്ടി ഇവിടെ വെച്ചേ. ഇവിടെ എത്തിയപ്പം മമ്മി ഇവിടെ ഉണ്ട്. മമ്മി സാധനമെല്ലാം എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ പപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ചെരുപ്പൊന്നും എടുക്കാതെയാണ് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. ഭയങ്കര ഓർമ്മയാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടി കക്ഷി പോയിട്ടുണ്ട്. അപ്പോൾ പയ്യാവൂരിൽ നിന്നൊരു KSRTC ബസ് കിട്ടി കേട്ടോ. മമ്മിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, പപ്പ പുറകിലുണ്ട്. കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി കേട്ടോ. പപ്പായ ഉണ്ട് ഇവിടെ. അത്താഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ. ഇപ്പോൾ ഒരു ചായ എല്ലാം കുടിച്ചു. കയറിയപ്പോൾ തൊട്ട് ഓറഞ്ച് തീക്കാണ്. ഓറഞ്ച് കറക്റ്റ് ടൈമിന് തന്നെ ട്രെയിൻ എടുത്തു കേട്ടോ. ഇവിടുന്ന് കറക്റ്റ് 6:05 തന്നെ ട്രെയിൻ ഇവിടുന്ന് എടുത്തു. യശ്വന്തപൂർ വരെ പോകുന്ന ട്രെയിനാണിത്. ഞങ്ങൾ ചോറിനാനുള്ള പരിപാടിയാണേ. ഇച്ചിരി നേരത്തെ കഴിച്ചേക്കുവാ. പപ്പാടെ ചോറ് ഒന്ന് കാണട്ടെ. ആഹാ, മുട്ട പൊരിച്ചതുണ്ട്, തോരനുണ്ട്, ചമ്മന്തിയുണ്ട്. അടിപൊളി. വെള്ളം എടുത്ത് തരാം, വെള്ളം തരാം. മമ്മിക്ക് കുറച്ചേ ഉള്ളൂ. മമ്മി അറിയോ? അപ്പം കിടക്കാൻ പോവാ. രാത്രിയായി. പപ്പ എല്ലാം ഇവിടെ കിടന്നു. മമ്മി താഴെ പോയി കിടന്നു. ചേട്ടൻ താഴെ. മമ്മിക്ക് മുകളിൽ കയറാനൊക്കെ ഇച്ചിരി പ്രയാസമായതുകൊണ്ടേ താഴെ കിടന്നു. അപ്പോൾ ഈ രാവിലെ കാണാവേ. രാവിലെ നേരമ്പളക്കത്തിന് ബാംഗ്ലൂർ എത്തി. ധർമ്മലാരാം സ്റ്റേഷനിലെത്തി കേട്ടോ, ബാംഗ്ലൂർ. ഇവിടെ ഒരുപാട് ആളുകൾ ഇറങ്ങുന്ന സ്റ്റേഷനാണ്. എത്ര ആളുകളുണ്ട്? ഇഷ്ടംപോലെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. മമ്മിക്ക് ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രി എനിക്കും ഭയങ്കര തണുപ്പായിരുന്നു. ഏകദേശം ട്രെയിന് 1 മണിക്കൂറോളം ലേറ്റായിരുന്നു. ഞാനിങ്ങനെ ബാംഗ്ലൂർ നമ്മുടെ ചേട്ടായുടെ വീട്ടിലെത്തി കേട്ടോ. വീടിൻ്റെ ഭാഗത്തിലാണുള്ളത്. ഇവിടെ ഒരു ചെക്കനുണ്ടേ, കണ്ടോ? ആള് പാവാ. ഒന്ന് ഡ്രസ്സൊക്കെ മാറി. ഇത് പപ്പായുടെ പെങ്ങളാണ്, ഒരേ ഒരു പെങ്ങള്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് ബാംഗ്ലൂർ സിറ്റി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ പപ്പായും ഉണ്ട്, മമ്മിയും ഉണ്ട് കൂട്ടത്തില്ല. അപ്പോൾ ഇവിടുന്ന് പോകാൻ പോവാം. ഇപ്പോൾ ഞങ്ങളൊരു യൂബർ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്തും, 5 മിനിറ്റിനുള്ളിൽ എത്തും. ഈ മഞ്ഞ പെയിൻ്റ് അടിച്ച ഈ 4 നില ബിൽഡിംഗ് ആണ് നമ്മുടെ ചേട്ടായുടെ വീടാണ് കേട്ടോ. ബാക്കി അവർ വാടകയ്ക്ക് കൊടുത്തേക്കുന്ന ഒരു വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഈ ബ്രോയാണ് ഞങ്ങളിവിടെ കൊണ്ടുപോയി വിട്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോറമംഗലം എത്തിയേ. വെറുതെ ഒന്ന് ഈ ഫോറം മാളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. നല്ല ക്ഷീണമാണ്. ഇന്നലെ അധികം ഉറങ്ങാത്തതുകൊണ്ടേ ഭയങ്കര ക്ഷീണം.
അവിടെ ഒരു കരിക്ക് കുടിക്കാൻ വെച്ചു. 50 രൂപയാണ് കരിക്കിന് കേട്ടോ. 50 രൂപയുടെ കരിക്ക്. ഇതെല്ലാം കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് മമ്മി? കുഴപ്പമാണോ? നല്ലതാണോ? കരിക്ക് കുടിച്ചപ്പോഴത്തേനും കുറച്ച് ക്ഷീണമൊക്കെ അങ്ങ് പോയേ. കോറമംഗലയിലെ തിരക്ക് കേട്ടോ. 1 സൈഡ് ഫ്രീ ആണേ. ഇതുകൊണ്ട് നമ്മുടെ ഫോറം മാളത്തിന്റെ എൻട്രൻസ് നോക്കിയാൽ എന്നാ ഭംഗിയാന്ന് നോക്കിയേ. ഇതാണ് എൻട്രൻസ്. ലേഡീസ് അതിലെ പോണം. ഇതിൻ്റെ എൻട്രൻസിൽ വന്നു കഴിഞ്ഞാലുള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യയിലുള്ള സാധാരണ വലിയ വലിയ മാളുകളെ പോലെ തന്നെ ഇവിടെയും ഇന്ത്യയിലെയും വിദേശത്തുമുള്ള ഒരുപാടുപെട്ട നല്ല നല്ല ബ്രാൻഡുകൾ മുഴുവനും ഇവിടെ ഉണ്ട് കേട്ടോ. അവരുടെ എല്ലാ ഔട്ട്ലെറ്റുകളും ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ മുകളിലത്തെ ഫ്ലോറിൽ. എനിക്ക് തോന്നുന്നത് ഇത് 1st, 2nd, 3rd ഫ്ലോറിൽ. ഞങ്ങൾ ചെറിയ ചാട്ടുകളൊക്കെ മേടിക്കാൻ തീരുമാനിച്ചു. ഒന്ന് സേവ് പൂരി, ഒന്ന് പാനിപ്പൂരി അല്ലോ എന്താ സംഭവം അവിടെ, ബേൽപൂരി, സേവ് പൂരി, പിന്നെ അതാ ചോള ഭട്ടൂര. ഇത്ര ഐറ്റംസ് മേടിക്കാൻ തീരുമാനിച്ചേ. അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്ത് അങ്ങ് കഴിക്കാൻ തീരുമാനിച്ചു. ഈ ശിവസാഗർ എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. ചോള ഭട്ടൂര വന്നിട്ടുണ്ടേ. അപ്പോൾ കയ്യിൽ നിന്ന് മറ്റേ കറിയൊക്കെ ഒന്ന് കാണട്ടെ. അടിപൊളി. ഇതെന്തൊക്കെ ഐറ്റംസ് അതിൻ്റെ പേര് ഇത് ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് ഒന്ന് ബേൽപൂരി, ഒന്ന് സേവ് പൂരിയാണ്. ഇത് രണ്ടും തമ്മിൽ എനിക്ക് മാറിപ്പോകും. ഏതായാലും രണ്ടും ഇവിടെ ഉണ്ട്. അയ്യോ, ബോളിൻ്റെ കാറ്റ് പോയതാണ് പപ്പ പറയുന്നത്. ഏതായാലും പപ്പയും മമ്മി ഇതൊന്നും കഴിച്ചിട്ടില്ല. ഏതായാലും അവർ രണ്ടും എൻജോയ് ചെയ്യട്ടെ. അതിനകത്ത് അമ്മ എങ്ങനെയുണ്ടോ സാധനം? സൂപ്പറായി. ടേസ്റ്റ് ഇല്ലേ? അടിപൊളിയാണോ? കുഴപ്പമില്ല. സാധാരണ പപ്പായ്ക്ക് ഒരു സാധനം ഇഷ്ടപ്പെടുന്നല്ല. ഇതൊക്കെ ഉണ്ടോ പപ്പാ? തിന്നാൻ പോകുന്നുണ്ട്. ഞാൻ പിന്നെ എടുത്ത് കഴിക്കാൻ കേട്ടോ. അല്ല പിന്നെ ഒറിജിനൽ മാംഗോ ജ്യൂസ്. ഒറിജിനൽ മാംഗോ ജ്യൂസ് അല്ലേ? അതെ. ഞങ്ങൾ മാളിൽ നിന്ന് പുറത്തിറങ്ങുവാണേ. ഞാനിവിടെ നിന്നൊരു ഷൂസ് മേടിക്കാൻ വേണ്ടി വിചാരിച്ചായിരുന്നു, ഒരു ക്യാൻവാസ് ഷൂസ്. പക്ഷെ ഭയങ്കര വിലയാണ്, നമുക്ക് അഫോർഡബിൾ ആകുകയില്ല. മോന് വേണ്ടിയിട്ടായിരുന്നു. മോൻ്റെ ബാസ്കറ്റ് ബോളിൻ്റെ ഷൂസ് ഏകദേശം കീറിപ്പോയി. ഞങ്ങൾ മജസ്റ്റിക്ക് വരാൻ പോകുന്നുണ്ടേ. മജസ്റ്റിക്ക് വരാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു യൂബർ ഓട്ടോ ബുക്ക് ചെയ്തേക്കുവാണ്. ബസ്സിനൊക്കെ ഞാൻ ലാഭമാണ് കേട്ടോ. ഞാനേലും പുള്ളിക്കാരനോട് പറഞ്ഞേ മാർക്കറ്റിൽ പോയി ഷൂസ് മേടിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, പുള്ളി അവിടെ തന്നെ വിടാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് 116 രൂപയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ മജസ്റ്റിക്കിനടുത്തുള്ള സിറ്റി സെൻറ്ററിൽ വന്നതാണ്. ഇവിടെ ഒരു ഷൂസ് മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ, ക്യാൻവാസ് ഷൂസേ ജസ്റ്റ് നോക്കാൻ വേണ്ട. ഇവിടെ കുറച്ച് ഈ മാർക്കറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ചീപ്പായിട്ട് നമുക്ക് ഡ്രസ്സും ഷൂസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടുമേ. കയറി നോക്കാം. ഞങ്ങളിപ്പോൾ മാർക്കറ്റിൽ നിന്ന്
സാധനം മേടിച്ചു കേട്ടോ. കൊച്ചിനുള്ള ഷൂസ് മേടിച്ചു. പിന്നെ 1-2 വള്ളിച്ചെരുപ്പുകൾ മേടിച്ചേ. നമ്മുടെ നാട്ടിലേക്ക് 250 രൂപ എന്ന വള്ളിച്ചെരുപ്പാണ്, ഇവിടെ 100 രൂപയ്ക്ക് കിട്ടി. വേണ്ട, ഈ ടൈപ്പ് ചെരുപ്പുകൾക്കൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ നല്ല വില കൊടുക്കണം. ഇവിടെ 100 രൂപ ഉള്ളൂ, എല്ലാ സൈസും കിട്ടും. യൂബർ വിളിച്ചിട്ടുണ്ടേ, അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അതിവിടെ നിന്ന് മടുത്തു. ഇത് ഒരു ലോഡ് ചെരുപ്പ്. നമുക്ക് ഏകദേശം ഒരു 38 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. 38 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് 360 രൂപയുള്ളൂ. ഈ വരുന്ന നമ്മുടെ യൂബർ വന്നു കേട്ടോ. $12.08. അങ്ങനെ തിരിച്ച് ഞങ്ങളിപ്പം ചേട്ടയുടെ വീട്ടിലെത്തി. ഇപ്പം ഞങ്ങളുടെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പപ്പയുടെ സഹോദരങ്ങൾ, എൻ്റെ കസിൻസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരം കഴിഞ്ഞ് നാളെ രാവിലെ ഞാൻ ഇവിടെ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ അവരുടെ വീടാണ് ഈ കാണുന്നത് കേട്ടോ. രാവിലെ ഞാൻ തിരിച്ചു പോകും. എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം. പപ്പായും മമ്മിക്ക് ഇവിടെയുണ്ട്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. താങ്ക്